വെൽക്കം ടു ഡേ 5 സിറ്റീസ് ഓഫ് മൈ ലൈഫ് ആസ് എ ടീനേജേഴ്സ്. ഇന്ന് നമുക്കൊരു കാസർഗോഡൻ കല്യാണമായാലോ? കല്യാണം ആട്ടാണെന്നല്ലേ എൻ്റെ ഒരു ഫാമിലി റിലേറ്റീവിൻ്റെ, എനിക്കൊരു ബ്രദർ പോലെ. കല്യാണം വിളിച്ച സ്ഥലത്തേക്ക് പോകുന്നത് എൻ്റെ ഒരു മര്യാദയാണല്ലോ, അല്ലാണ്ട് ഫുഡ് കഴിക്കാനൊന്നുമല്ല ഞാൻ പോയത്. വത്തക്ക ജ്യൂസ് വെച്ച ആരംഭം, തണ്ണിമത്തം. നെക്സ്റ്റ് നമ്മൾ ഉച്ചയ്ക്ക് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയി പെണ്ണിനെ ഇറക്കി കൊണ്ടുവരാൻ. ബിക്കോസ് ഞാൻ ചിക്കൻ്റെ ആൾക്കാരാ. പോകുമ്പോൾ ലൈറ്റായിട്ട് കുറച്ച് ടിപ്സ് അയച്ചു, ബിക്കോസ് അവിടെ പോയ തീറ്റയാണല്ലോ മെയിൻ. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഗ്രൂമിൻ്റെ കാര്യമായ എൻട്രി, പാട്ട്, വെടിവെട്ടിക്കൽ, എങ്ങനെ എക്സെട്ര എക്സെട്ര. ഇതാവുമ്പോ നാട്ടുകാർ മൊത്തം അറിഞ്ഞു കാണും ചെക്കൻ ലാൻഡായി എന്ന്. പിള്ളേർക്ക് ഫ്ലവറായി വെയിറ്റ് ആക്കുന്ന ചെക്കന് കൊടുക്കാൻ ഒരു ഫ്ലവർ കടിച്ചു മാറ്റണം എന്നൊക്കെ ഉണ്ടായി. ഇവിടെ നമുക്ക് ആര് തരാൻ? സങ്കടമൊന്നുമില്ല. എന്നാലും അടുത്ത ചെക്കനും പെണ്ണിനെയും അറിയില്ലാക്കല്ലേ, എന്നിട്ട് പാലൊക്കെ കുടിപ്പിക്കും. അറിയില്ലാക്കിട്ടും അവർക്ക് പ്രൈവസി കൊടുക്കുന്നില്ലാന്ന്. എന്താണ് മനുഷ്യന്മാർക്ക് ഇങ്ങനെ? പെണ്ണിനെ ഇറക്കിക്കൊണ്ട് നേരെ ഗ്രൂമിന്റെ വീട്ടിലേക്ക് പോയി. അവിടെയാണ് മെയിൻ പരിപാടി. കറക്കുന്നിരുത്തുന്നു എന്തൊക്കെയാ ഡ്രാമ മൊമെന്റ്. കേക്കൊക്കെ മുറിച്ച് ചെക്കനും ഹാപ്പി, പെണ്ണും ഹാപ്പി, കഴിക്കുന്ന നമ്മളും ഹാപ്പി. നെക്സ്റ്റ് പെണ്ണിനെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോവൽ. അതുകൊണ്ട് തന്നെ ആ സങ്കടം മാറ്റിനായി ഞാൻ എന്റെ മെയിൻ കലാപരിപാടിയിലേക്ക് കടന്നു. കുട്ടേക്കം കൂടി വിടില്ലാന്ന് ഫാൻസിന്റെ ഒക്കെ ഒരു കാര്യേ. എന്നെ വ്ലോഗർ എന്നൊക്കെ വിളിക്കും, ഏതർത്ഥത്തിലാണെന്ന് അറിഞ്ഞൂടാ. ഇനിയിപ്പോ കളിയാക്കിയതാണോ കോംപ്ലിമെന്റ് ആണോ എന്ന് ആർക്കറിയാം. എന്തായാലും ഞാനതൊരു കോംപ്ലിമെന്റ് ആയിട്ട് എടുത്ത്. അപ്പോഴാണ് എന്നെ വെല്ലുന്നൊരു വ്ലോഗറെ ഞാൻ കണ്ടുമുട്ടിയത്. അവരാണിവർ. ഇവരെനിക്കൊരു വെല്ലുവിളി ആവോ? എന്തായാലും കുഴപ്പമില്ല, നല്ല പിള്ളേരാ. ഏതാ സപ്പോർട്ടീവ് എന്നെ അറിയക്കൂടിയില്ല, എന്നാലും അപ്പോഴൊരു സന്തോഷം. സാഡ് പാർട്ടീസ് നമുക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം, ബട്ട് എനിക്ക് പേരറിഞ്ഞൂടെ ആരുടെയും. അങ്ങനെ ബ്രൈഡ് ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോയി. അപ്പൊ അത്രേ ഉള്ളൂ. സോ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. ബൈ ബൈ.